വെൽക്കം ടു മൈ ട്യൂഷൻ ക്ലാസ്. നവോദയ സെലക്ഷൻ ടെക്സ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിലും എടുക്കാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ് ഇൻ മെഷേഴ്സ് 2006 വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. ചർച്ച് ബെൽസ് ഇൻ 3 ചർച്ചസ് റിംഗ് അറ്റ് ഇൻ്റർവെൽസ് ഓഫ് 10, 12 and 15 minutes. If they ring together at 8:30 am, when will they ring together again? അപ്പോൾ ഇങ്ങനെ ചർച്ച് ബെല്ലിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോൾ വന്നാലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് LCM ആണ്. LCM 10, 12, 15 മിനിറ്റുകൾക്ക് ഇടവിട്ടാണ് ഇത് അടിക്കുന്നത്. അപ്പോൾ 10, 12, 15 LCM കാണുക. 10, 12, 15 2 കൊണ്ട് പോകും. 5, 6, then 15 ഇറക്കി എഴുതുക. അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട്. ഇനി കോമൺ ആയിട്ട് രണ്ടെണ്ണത്തിൽ പോകുന്നത് 3 കൊണ്ട് പോകും. 5 ഇറക്കി എഴുതുക. 2, 5. വീണ്ടും 5 കൊണ്ട് 1, 2 ഇറക്കി എഴുതുക. 1. അപ്പം 3 into 2 LCM is equal to 2 into 3 into 5 into 2. 2 into 3 6, 6 into 5 30, 30 into 2 60. അപ്പോൾ ഇവിടെ 60 മിനിറ്റ്സ്. അപ്പോൾ 60 മിനിറ്റ്സ് ആണ്. ഈ മിനിറ്റ്സിന് ശേഷമാണ് ഈ ബെല്ലുകൾ മൂന്നും റിങ് ചെയ്യുന്നത്. അപ്പോൾ 60 മിനിറ്റ്സ് ഈസ് ഈക്വൽ ടു 1 hour. അപ്പോൾ നമ്മൾ 8:30യുടെ കൂട്ടത്തിൽ ഈ 1 hour ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടും 8:30 പ്ലസ് 1 hour ഈസ് ഈക്വൽ ടു 9:30. 9:30 AM ഇത് വീണ്ടും ഒരുമിച്ച് റിങ് ചെയ്യുന്നത്. ഇനി അടുത്ത ഹൗ മെനി 350 ml ബോട്ടിൽസ് ക്യാൻ ബി ഫിൽഡ് ഇൻ വിത്ത് 7 liters ഓഫ് വാട്ടർ. 7 ലിറ്റർ വാട്ടർ, 7 ലിറ്റർ ഓയിൽ 350 ml കൊള്ളുന്ന എത്ര ബോട്ടിൽ വേണമെന്ന് ആണ് ചോദ്യം. 7 ലിറ്റർ ഉൾക്കൊള്ളാൻ. അപ്പോൾ 7 ലിറ്റർ എത്ര മില്ലി ലിറ്റർ ആണെന്ന് കാണണം. 7 ലിറ്റർ ഈസ് ഈക്വൽ ടു 7,000. 7 ലിറ്റർ ഈസ് ഈക്വൽ ടു 7,000 മില്ലി ലിറ്റർ. 7 ലിറ്റർ 7,000 മില്ലി ലിറ്ററിന് തുല്യമാണ്. അപ്പം ഒരു ബോട്ടിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? കപ്പാസിറ്റി ഓഫ് 1 ബോട്ടിൽ. 1 ബോട്ടിൻ്റെ കപ്പാസിറ്റി നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 350 ml ആണ് 1 ബോട്ടിലിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ബോട്ടിലിൻ്റെ എണ്ണം കാണാൻ ടോട്ടൽ ഓയിലിനെ നമ്പർ ഓഫ് ബോട്ടിൽസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഉള്ള ഓയിലിനെ ഒരു ബോട്ടിലിൻ്റെ കപ്പാസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. ഒരു ബോട്ടിൻ്റെ കപ്പാസിറ്റി 350 ആണ് ഒരു ബോട്ടിൻ്റെ കപ്പാസിറ്റി, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു 0 കൂടെ കട്ട് ചെയ്യുക. അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അതിൻ്റെ അർത്ഥം. ഇനി ഈ 70യെ 35 കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 2 പ്രാവശ്യമാണ്. 32, 70. അപ്പോൾ 0 കൊണ്ട് ചേർത്ത് എഴുതുക. അപ്പോൾ 20 ബോട്ടിൽസാണ് ഇവിടെ വേണ്ടത്. ഇനി കട്ടിങ് അറിയത്തില്ലാത്തവർക്കാണ് ഡിവൈഡ് ചെയ്തിടുക. ഡിവിഷൻ അറിയത്തില്ലാത്തവരത് ചെയ്ത് പഠിക്കുക. 35. അപ്പോൾ 35 70ൽ 2 പ്രാവശ്യം 0 ഇങ്ങോട്ട് മുകളിലേക്ക് കയറ്റി എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ വോളിയം ഓഫ് എ ക്യൂബോർഡ് ഈസ് 36,000 centimeter ക്യൂബ്. അപ്പം നമുക്ക് ആ ക്യൂബോർഡിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. വോളിയം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ 30 cm ആൻഡ് 40 cm റെസ്പെക്റ്റീവ്ലി മീൻസ് യഥാക്രമം. ലെങ്ത് 30, അതുപോലെ തന്നെ ബ്രെഡ്ത്ത് 30, ലെങ്ത് 40 ആണ്. അപ്പോൾ വോളിയം കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ബ്രെഡ്ത്ത് ഹൈറ്റുമാണ് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ബ്രെഡ്ത്ത് 30 cm, ഹൈറ്റ് 40 cm ആണ്. അപ്പം വോളിയം കാണാൻ വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം കാണാനുള്ള ഇക്വേഷൻ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവില്ല, എന്നാൽ ഇപ്പോഴത് കേട്ട് പഠിക്കുക. ഇനി നമുക്കിവിടെ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ L ഇൻറ്റു B ഇൻറ്റു H. വോളിയം നമുക്കിവിടെ തന്നിട്ടുണ്ട് 36,000
cm³ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ലെങ്തിൻ്റെ സ്ഥാനത്ത് L ഇടുക. ഇനി ബ്രെഡ്ത്തിൻ്റെ സ്ഥാനത്ത് ബ്രെഡ്ത്ത് എഴുതുക. 30 ഇൻറ്റു ഹൈറ്റിൻ്റെ സ്ഥാനത്ത് ഹൈറ്റ് എഴുതുക. ഈസ് ഈക്വൽ ടു 36,000. ഇനി ലെങ്ത് കാണാൻ ഈ 36,000-നെ എന്ത് ചെയ്യണം? 30 ഇൻറ്റു 40 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ 0 കൊണ്ട് വിട്ടാം. ഇനി 4 36-ൽ 9 ടൈംസ് 20. ഇനി 90-ൽ 3 30 ടൈംസ്. അപ്പം ഇതിൻ്റെ ലെങ്ത് 30 സെൻറ്റിമീറ്റർ വരും. അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തൊരു ശ്രദ്ധിക്കുക. 3600-നെ എന്ത് ചെയ്താൽ മതി? 3600-ൻ്റെ 2 0 വെട്ടി കളഞ്ഞാൽ ബാക്കി 360 കിട്ടും. 360-യെ 12 കൊണ്ട് 12 3s are 36. ഇനി 0 ഇങ്ങോട്ട് കയറ്റി എഴുതിയാൽ മതിയാവും. അപ്പോൾ ഇത് വീണ്ടും ചെയ്ത് പഠിക്കുക. ഇതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തി. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം.